നിരന്തരമായ തോൽവികൾ ഏറ്റുവാങ്ങുമ്പോൾ ചിലർക്ക് സമനില തെറ്റാറുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവിക്ക് തന്നെ സമനില തെറ്റിയിരിക്കുകയാണ്. അതെ, 4 ദിവസത്തെ ഇന്ത്യ പാക് യുദ്ധത്തിന്റെയും ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന്റെയും വാർഷികത്തിൽ ഇന്ത്യ നടത്തിയ പത്രസമ്മേളനം കണ്ട് പാകിസ്ഥാൻ സൈനിക വക്താവിന് ശരിക്കും സമനില തെറ്റിയിരിക്കുകയാണ്. ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളുടെ കണക്കുകളല്ല, മറിച്ച് ഇന്ത്യ എന്തിനാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് എന്നാണ് പാക് ജനറലിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ വർഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യൻ സായുധ സേനയുടെ ധീരത സ്മരിച്ചുകൊണ്ട് വ്യാഴാഴ്ച മെയ് 7-ന് ഇന്ത്യ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ പാകിസ്ഥാനും സമാനമായ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയാണ് പാക് നാവിക വ്യോമസേന ഉദ്യോഗസ്ഥർക്കൊപ്പം മാധ്യമങ്ങളെ കണ്ടത്. എന്നാൽ ഈ പത്രസമ്മേളനത്തിനിടയിൽ അദ്ദേഹം ചോദിച്ച ഒരു വിചിത്രമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാനെ എയറിലാക്കിയിരിക്കുന്നത്. അവർ എന്തിനാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്? ലോകത്തെ എന്തെങ്കിലും അറിയിക്കാൻ വേണ്ടിയാണോ എന്നായിരുന്നു പാക് ജനറലിന്റെ പരിഭവം നിറഞ്ഞ ചോദ്യം. ഇന്ത്യ ഇംഗ്ലീഷിൽ സംസാരിച്ചത് കണ്ട് അന്തം വിട്ട പാക് സൈനിക മേധാവിയുടെ ഈ പ്രതികരണം ഇപ്പോൾ ഇന്റർനെറ്റിൽ വലിയ ചിരി പടർത്തുകയാണ്. സമീപകാലത്ത് കേട്ട ഏറ്റവും വലിയ വിവരക്കേട് എന്നാണ് നെറ്റിസൻസ് ഈ പരാമർശത്തെ പരിഹസിക്കുന്നത്. കാശ്മീർ താഴ്വരയിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ആക്രമണമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം. 25 ഇന്ത്യക്കാരും ഒരു നേപ്പാൾ പൗരനുമടക്കം 26 നിരപരാധികളാണ് ആ ക്രൂരതയിൽ കൊല്ലപ്പെട്ടത്. ഇതിന് മറുപടിയായാണ് ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാന് മേൽ ശക്തമായ തിരിച്ചടി നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത തിരിച്ചടി. എന്നാൽ ഇന്ത്യയുടെ ഈ നടപടി പ്രകോപനമില്ലാതെ ഉള്ളതാണെന്നാണ് പാകിസ്ഥാൻ ഇപ്പോഴും വാദിക്കുന്നത്. മാർക്ക് ഇ ഹക്ക് അഥവാ സത്യത്തിന്റെ യുദ്ധം എന്ന് പേരിട്ടിരിക്കുന്ന പാക് പത്രസമ്മേളനത്തിൽ തങ്ങൾ നിരവധി ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന പഴയ നുണകൾ പാക് ജനറൽമാർ വീണ്ടും പൊടിതട്ടി എടുക്കുന്നുണ്ട്. എന്നാൽ ഇതിന് യാതൊരു തെളിവും നൽകാൻ ഇസ്ലാമാബാദിന് കഴിഞ്ഞിട്ടുമില്ല. പാകിസ്ഥാന്റെ ഈ പൊള്ളയായ അവകാശവാദങ്ങൾക്ക് കൃത്യമായ കണക്കുകൾ നിരത്തിയാണ് ഇന്ത്യൻ പത്രസമ്മേളനത്തിൽ എയർ മാർഷൽ AK ഭാരതി മറുപടി നൽകിയത്. മെയ് 7-ന് പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു. അവരുടെ 11 എയർഫീൽഡുകൾ ആക്രമിച്ചു. നിലത്തും ആകാശത്തുമടക്കം പാകിസ്ഥാന്റെ 13 വിമാനങ്ങൾ ഇന്ത്യ നശിപ്പിച്ചു. ഇതിൽ 300 കിലോമീറ്ററിലധികം അകലെയുള്ള ഹൈ വാല്യൂ എയർബോൺ അസറ്റ്, ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ലക്ഷ്യം ഉൾപ്പെടെ തകർത്തതായി അദ്ദേഹം വ്യക്തമാക്കി. ചുമ്മാ അങ്ങ് പറയുകയല്ല, വ്യക്തമായ തെളിവുകളും നിരത്തി, സാറ്റലൈറ്റ് ഇമേജുകൾ ഉൾപ്പെടെ. ലോകത്തിന് മുന്നിൽ ഈ നാശനഷ്ടങ്ങളുടെ യാഥാർത്ഥ്യം തുറന്നു കാട്ടപ്പെട്ടതിന്റെ ജാള്യത മറയ്ക്കാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ ഇംഗ്ലീഷിനെയും കുറ്റം പറഞ്ഞു വരുന്നത്. ഹിന്ദി മാത്രമല്ല ഇന്ത്യയുടെ ഭാഷയെന്നും നാനാത്വത്തിൽ ഏകത്വമുള്ള ഇന്ത്യയിൽ ഒരു ഭാഷയോ സംസ്കാരമോ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കാറില്ലെന്നും സോഷ്യൽ മീഡിയ പാക് ജനറലിനെ ഓർമ്മിപ്പിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. അമേരിക്കയ്ക്ക് തൊട്ടു പിന്നിലായി ഏകദേശം 12.5 മുതൽ 13.5 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം പോലും പാക് ഉദ്യോഗസ്ഥർക്ക് അറിയില്ല എന്നതാണ് വാസ്തവം. യുദ്ധകളത്തിൽ ഇന്ത്യൻ സൈന്യത്തോട് തോറ്റമ്പിയ പാകിസ്ഥാൻ ഇപ്പോൾ വാർത്താ സമ്മേളനങ്ങളിലെ ഭാഷയെ ചൊല്ലി വിലപിക്കുകയാണ്. ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യം പോലുള്ള ലളിതമായ യാഥാർത്ഥ്യങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പാക് സൈന്യത്തിന്റെ നേതൃത്വത്തിന്റെ ഈ വിലാപം അവരുടെ തോൽവിയുടെ ആഴം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ആയുധം കൊണ്ട് തോറ്റവൻ ഇപ്പോൾ വാക്കുകൊണ്ടും ലോകത്തിന് മുന്നിൽ സ്വയം പരിഹാസ്യരാകുകയാണ്. ഇതിലും ഭേദം മിണ്ടാതിരിക്കുന്നതായിരുന്നു ജനറൽ. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.